ഉപയോഗിച്ച സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോഴുള്ള അപകടസാധ്യതകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി കേരള പോലീസ്. സൈബർ ലോകത്ത് ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ നടക്കുന്നത് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ട് മുൻകരുതലുകളോടെ പ്രവർത്തിച്ചാൽ തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാം എന്നും കേരള പോലീസ് പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞു. ഫോണിന്റെ ചരിത്രം പരിശോധിക്കുക. ഫോൺ എപ്പോഴെങ്കിലും നന്നാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ പുതുക്കിയിട്ടുണ്ടോ എന്ന് വിൽപ്പനക്കാരനോട് ചോദിക്കുക. ഉണ്ടെങ്കിൽ അറ്റകുറ്റപ്പണികളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ചോദിക്കുക എന്നും പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. ഫോൺ വാങ്ങിയ ശേഷം സുരക്ഷയ്ക്കായി വീണ്ടും ഫാക്ടറി റീസെറ്റ് ചെയ്യുക. മുൻ ഉടമയുടെ എല്ലാ ഡാറ്റയും പൂർണ്ണമായി മായ്ച്ചുകളഞ്ഞെന്ന് ഇത് ഉറപ്പാക്കുമെന്നും പോസ്റ്റിൽ പറയുന്നു. ഫോൺ നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ നിങ്ങൾക്ക് ഫോണിന്റെ IMEI നമ്പർ പരിശോധിക്കാവുന്നതാണ്. ഫോൺ ശ്രദ്ധാപൂർവം പരിശോധിക്കുക. കേടുപാടുകളുടെ ലക്ഷണങ്ങൾക്കായി ഫോൺ സസൂക്ഷ്മം പരിശോധിക്കുന്നതിന് പുറമെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്പുകളെക്കുറിച്ചും അവയുടെ ഉപയോഗങ്ങളെക്കുറിച്ചും വ്യക്തമായി പരിശോധിച്ചിരിക്കണം. നിയമാനുസൃതമായ വിൽപ്പനക്കാരനിൽ നിന്ന് മാത്രം ഫോൺ വാങ്ങുക. ഓൺലൈൻ മാർക്കറ്റ്പ്ലേസുകളിൽ നിന്നോ നിങ്ങൾക്ക് അറിയാത്ത വ്യക്തികളിൽ നിന്നോ ഉപയോഗിച്ച് ഫോണുകൾ വാങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വിൽപ്പനക്കാരനെ നേരിൽ കാണുക. ഇത് വാങ്ങുന്നതിന് മുമ്പ് ഫോൺ പരിശോധിക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കും. വാങ്ങുമ്പോൾ സുരക്ഷിതമായ ഡിജിറ്റൽ പേയ്മെന്റ് രീതി ഉപയോഗിച്ച് പണം നൽകുക. ക്യാഷ് നൽകുന്നത് പരമാവധി ഒഴിവാക്കുക. ഒരു രസീത് വാങ്ങുക. ഫോൺ തിരികെ നൽകേണ്ടി വന്നാൽ ഇത് നിങ്ങളെ സഹായിക്കും. ഫോൺ വാങ്ങിയ ശേഷം സുരക്ഷയ്ക്കായി ഇക്കാര്യങ്ങൾ കൂടി ചെയ്യാൻ മറക്കരുത്. ഫോൺ വീണ്ടും ഫാക്ടറി റീസെറ്റ് ചെയ്യുക. മുൻ ഉടമയുടെ എല്ലാ ഡാറ്റയും പൂർണ്ണമായി മായ്ച്ചുകളഞ്ഞെന്ന് ഇത് ഉറപ്പാക്കും. ഫോണിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക. ഏറ്റവും പുതിയ സുരക്ഷാ പാച്ചുകൾ നിങ്ങൾക്കുണ്ടെന്ന് ഇത് ഉറപ്പാക്കും. എന്താണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. ഗൂഗിൾ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ ആപ്പ് സ്റ്റോർ പോലുള്ള വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് മാത്രം ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുക. ഫോണിലും ബാങ്കിംഗ് ആപ്പുകളിലും ശക്തമായ പാസ്വേഡോ പിൻ നമ്പറോ ഉപയോഗിക്കുക. ഇത് നിങ്ങളുടെ ഫോണിലേക്ക് അനധികൃതമായി പ്രവേശിക്കുന്നത് തടയാൻ സഹായിക്കും. ഫിഷിംഗ് പോലുള്ള സൈബർ തട്ടിപ്പുകളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക. അറിയപ്പെടാത്ത അയച്ചവരിൽ നിന്നുള്ള ഇമെയിലുകളിലോ ടെക്സ്റ്റ് സന്ദേശങ്ങളിലോ ഉള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്.